എല്ലാവർക്കും നമ്മുടെ പുതിയ സോളോ വേഴ്സസ് സ്കോഡ് റാങ്ക് മച്ചാനെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. അതൊക്കെ 2 ദിവസം വീഡിയോയിലൊക്കെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ കമന്റ് നീ അവിടെ പോയി എടുക്കാൻ ചത്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ടല്ലോ. ഞാൻ എല്ലാവരോടും കുറെ വട്ടോട്ട് പറയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സമയത്തുണ്ടല്ലോ, ഇങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കും നീ എവിടെയാ അങ്ങോട്ട് പോയിരിക്കുക എന്നൊക്കെ ചോദിക്കത്തില്ലേ. ഓക്കെ, അതിനുള്ള റീസണും അതുപോലെ കേസ് നമ്മളുണ്ടല്ലോ ഫോൺ ഹാക്ക് ആയി എന്ന് പറഞ്ഞ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും കുറെ ആൾക്കാർ. എന്തായാലും അതിന്റെ അപ്ഡേറ്റും പിന്നെയും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരുമിച്ച് പറയണോ ഞാൻ കുറെ നാളെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കേസ് ഇന്നത്തെ വീഡിയോ അതും കൂടെ പറയാം കേട്ടോ. എന്നാൽ കേസ് ഞാൻ ഇറങ്ങിയ സ്ഥലം പറയുകയാണല്ലോ, ആരും ഇറങ്ങാത്തൊരു സ്ഥലം നോക്കി ഇറങ്ങിയതാ. നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഇറങ്ങത്തുള്ളൂ. കാര്യം ഇറങ്ങിയ അവിടെ ഉണ്ടല്ലോ ഒരു ഫൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി തെറ്റി മൂഞ്ചി അവിടെ കിടക്കേണ്ട ചാൻസ് വരാൻ ഞാൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് നേഴ്സൺ ഉണ്ടല്ലോ ആരും ഇറങ്ങാത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് അത്യാവശ്യം ഒരു കണ്ണ് എടുത്തു, ഒരു എക്സൈറ്റ്മെന്റ് കിട്ടി, പിന്നീട് ചാത്തം പിടിച്ച് കഴിഞ്ഞാൽ ആർക്ക് വേണം അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു M141 ഏതാ സാധനം അത് ചെറിയ ഇനിമേലെ പട്ടപ്പെട്ടെന്ന് അടിച്ച് ചുമ്മാ അവരെ ഇഞ്ചിച്ചായിട്ട് കൊല്ലായിരുന്നു. ഒരു ഇനിമിങ്ങനെ വരുമെന്ന് കൊള്ളായിരുന്നു അല്ലേ. എന്തായാലും ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ മെയിൻ കണ്ടിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യമുണ്ടല്ലോ ഇപ്പൊ എക്സൈറ്റ്മെന്റ് നല്ല അടിപൊളി പവറാണ്. സ്കോപ്പ് ചുമ്മാ പൊക്കിവിട്ടുണ്ടല്ലോ കിടിലം പോലെ ഹെഡ് കളൊക്കെ കയറും. കാര്യം ഒരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സൈറ്റ്മെന്റിന്റെ. സോ ആ ഒരു സമയത്ത് അറിയാലോ കേസ് അവിടെ ഗണിക്കാരുടെ ഒരു പ്രസിദ്ധിയാണത്. ആ ഒരു ഗണിന് മാത്രം നയിച്ചിട്ടുണ്ടല്ലോ കുറച്ച് പവർ കൂട്ടിയിടും. അപ്പൊ ആൾക്കാരായിരിക്കും എന്റെ അളിയ ഏതാ സാധനം ഒരു കിടിലം പോലത്തെ പവറായി ഇപ്പോ നയിച്ചിട്ടുണ്ടല്ലോ. അതെടുക്കുവാണെങ്കിൽ ആ സ്കിൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ വിഷയമായിരിക്കും വിചാരിക്കും. പക്ഷെ ഒരു തേങ്ങയല്ല കേട്ടോ, കുറച്ച് ഭാഗത്തേക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ഒരു എനിമിയെ കിട്ടുന്നത് കേസ് ആ ഒരു എക്സൈറ്റ്മെന്റ് വെച്ചിട്ട് ഓ ഏതാടി ബോഡിയാണെന്ന് കുഴപ്പമില്ല കേസ് തന്നെ വന്ന് മാച്ച് കാണിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ചാണെന്ന്. അപ്പൊ അതിനകത്ത് തന്നെ വരേണ്ട ആവശ്യം എന്തോ മിക്കവാറും ഞാൻ സംഭവിച്ചു അങ്ങനെ പറഞ്ഞത്. അതായത് ബാക്കിയുള്ള 3 പേരും അറിയാം നമുക്ക് എന്താ നയിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇറങ്ങി ആ മാസ് അടിച്ചു പൊളിക്കാന്നൊക്കെ പറയും. ഈ ഒരുത്തം മാത്രമുണ്ടല്ലോ അറിയാം ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ചത്തൂല പൊറ്റി വിട്ടോളാം, സോളിന്റെ അറ്റത്ത് ചെയ്യാനുണ്ടാവും എന്നൊക്കെ പറഞ്ഞിറങ്ങിയ ഒരു കാട്ടുവാനെയാണ് കേസ് നമ്മളിപ്പോ ഇഞ്ചായിട്ട് കൊന്നിട്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ ടീമേറ്റ് കയറി ഒരു പൊസിഷൻ പിന്നെ ജീവിച്ചതിന്റെ കാര്യമില്ല. ഒന്നാമത്തെ കാര്യം പിന്നെ അവൻ പിന്നെ ആ ഒരു റിവെഞ്ച് എടുക്കാനും കൂടെ ഉണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് വരുന്നോ ഇല്ലയോ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നമ്മളിപ്പോ ഒരു അലൈവ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ 10, 39, 40 ഇനിയും കൂടും ഉറപ്പുള്ള കാര്യമാണ്. കാര്യം പൊക്കിവിട്ടുണ്ടല്ലോ അലൈവിനെയും കൂടെ ഞാൻ വളരെ കൂടുതലാണ്. സോ അലൈവും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു 40 കൂട്ടാം. ഓക്കെ 40 ഇവിടെ വന്നിട്ട് ഒരു കില്ല് മാത്രം എടുത്തുള്ളൂ കേട്ടോ. എനിക്ക് നല്ല വിഷമം ഇപ്പൊ എന്റെ അളി എത്ര നല്ല എടുക്കാൻ പോകുന്ന എൻട്രി ഇല്ലെങ്കിൽ മാച്ച് തുടങ്ങിയിട്ട് അത് ഈ ഒരു റാങ്കിൽ തന്നെ നയിച്ചിട്ടുണ്ടല്ലോ നമുക്കൊരു 10-20 കില്ല് 20 പറഞ്ഞാൽ അതുപോലെ. എന്തായാലും നോക്കാം കുറെ ആൾക്കാരുണ്ടല്ലോ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു 20 കില്ല് ചലഞ്ച് 10 കില്ല് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ചലഞ്ചുകൾ നമുക്ക് ഇനി കമന്റ് ബോക്സ് നോക്കി തെരഞ്ഞെടുത്ത് നമുക്ക് ഓരോരോ വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. വൈദവേ ഞാൻ നോക്കുമ്പോഴത്തേക്കും കേസ് നമുക്കൊരു 10 കില്ലെങ്കിലും എടുക്കണ്ടേ കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും മുമ്പോട്ട് നോക്കാൻ ശ്രമിച്ച സ്കാനർ ഉണ്ട്. ആ സ്കാനറിനകത്ത് ഞാൻ നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടുള്ള എനിമീസൊക്കെ നമുക്ക് കാണിക്കും. എല്ലാത്തിനും തേടി പിടിച്ചടിക്കാൻ എന്നൊക്കെ ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത്. അത് മാത്രമേ കേസ് എനിക്കുണ്ടല്ലോ ഒരു സ്കോറിയും കൂടി ആവശ്യമുണ്ട്. കാര്യം ഒരു മീനുണ്ടല്ലോ ഇനി അങ്ങോട്ട് പോയി തപ്പി പിടിക്കാൻ കുറച്ച് പലതുകൊണ്ട് നമുക്കുണ്ടല്ലോ ഹിറ്റ് ലിസ്റ്റ് മേടിച്ച് പിടിക്കാനുള്ള മൈൻഡിലാണ് കിട്ടുന്നത്. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ല. തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തും താഴെ കേസ് ഓപ്പണിൽ കൂടി വിടുകയെന്ന് തോന്നുന്നു. സ്കാനറിനകത്ത് പെട്ടാണ് എവിടെ അവൻ കാണുന്നില്ലല്ലോ. അവനെ തൊട്ട് മുമ്പിട്ട് ഒരു ഓറഞ്ച് കളർ ഏതാടി. ഓക്കെ ഇതിനും പോലെ കേസ് M60 കേസ് എക്സമേറ്റ് വെച്ചിട്ട് ഇടക്കിടക്ക് ഞാൻ തന്നെ പേര് മാറ്റി പോകുന്നത്. കഴിഞ്ഞ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു M60 വരെ നമ്മൾ M60 ഒരുപാട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇടക്കിടക്കുണ്ടല്ലോ എക്സമേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മള് M60 എന്നൊക്കെ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല കേസ് അവനടിച്ച് കംപ്ലീറ്റ് ആക്കി 2 കിലായിട്ടുണ്ടായിരുന്നു. 29 അല്ലേ ഓ മൈ ഗോഡ് കൂട്ടുണ്ടായിരുന്നില്ല. കുറവാണ് ചെയ്തത്, വളരെ സന്തോഷം. അത്യാവശ്യം വേണ്ട കണ്ടു. പക്ഷെ എന്റെ ഇപ്പോഴും തോംസൺ ആണ് ഇരിക്കുന്നത്. അവസ്ഥയാണെന്ന് ചോദിക്കുക അത് മറ്റുള്ള P90 വേണമെന്നില്ല. നമുക്കൊരു MP40 കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അതെവിടെ കിട്ടുവാണെങ്കിൽ കുറച്ച് സെറ്റ് ആയിരിക്കും കേട്ടോ. ഏതായാലും കോയിൻ മേടിച്ച് നമുക്ക് ഇറ്റസ്റ്റ് ഇവിടെ മേടിക്കാം. അതിന് കേസ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് കേസ് പട്ടപ്പട്ടേന്ന് ഒന്ന് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് മാസ് കാണിച്ച് പവർ കാണിക്കാം. നമുക്ക് നോക്കാം കേസ് നമ്മുടെ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. സോ ഇനി ഇങ്ങനെ വീട്ടിൽ കാര്യമുണ്ട് നമുക്ക് അറിയാമല്ലോ കേസ്. ഓക്കെ പിന്നെ മാത്രമല്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ കുറെ ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് കയറി വരുന്നുണ്ട്. വളരെ സന്തോഷം. ഈ റീസണിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് നിങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ചാനലിലേക്ക് നിൽക്കാൻ. കാര്യം ഞാൻ ഏത് തരത്തിലുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് കുറച്ച് അധികം വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്ത് പിന്നിന്റെ കമന്റ്സ് ആകുന്നുണ്ടല്ലോ ആ കിട്ടിയെന്ന് പറഞ്ഞിട്ട കമന്റും കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയ്ക്ക് അതും കിട്ടിയ ആള് ദൈവത്തെ ഓർത്ത് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഒരാൾക്കല്ലേ കിട്ടത്തുള്ളൂ. നമുക്ക് നോക്കണല്ലോ ലക്കി വിന്നർ ആരാണെന്ന് കേട്ടോ. സോ അതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. വൈദ്യുതി ഞാനിത് കോയിൻ നോക്കുമ്പോഴത്തേക്ക് 900 കോയിൻ മാത്രമേ എന്ത് അവസ്ഥ നോക്കി. എനിക്ക് ആ പോർട്ടൽ മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പോർട്ടൽ മേടിക്കാൻ വേണ്ടി കോയിൻ ഇല്ലാതെ ഞാൻ എന്റെ അമ്മയെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാറ നടക്കുമായിരുന്നു കേട്ടോ. എന്തായാലും അവിടുന്ന് ഒരു 1100 ഓക്കെ കുഴപ്പമില്ല. ഒരു 1200 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് നൈസ് ആയിട്ടുണ്ടല്ലോ ആ ഒരു പോർട്ടൽ മേടിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അതിന് വേണ്ടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഗെയിമിൽ കയറി കഴിഞ്ഞ് ഇങ്ങനെ നേരിടല്ലോ ചുമ്മാ ചെയ്തോണ്ടിരിക്കും. അതൊരു രസമല്ലേ. എന്തായാലും പറ്റി മുമ്പോട്ട് പോകുന്ന സമയത്തുണ്ടല്ലോ ദാണ്ട് കേസ് അവിടെ ഉള്ളൂ ഒരു എലിമീനെ കണ്ട പോലെ എനിക്ക് തോന്നണ്ടേ എലിമിയാണോ അല്ലല്ലേ. എന്തായാലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്കാനറിനകത്ത് നൈസ് ഒന്നല്ലേ എന്താണ് അവന്മാരവിടെ മീറ്റിംഗ് പോലെ നടക്കുമായിരുന്നു കേട്ടോ. എന്തായാലും കേസ് 4-5 പേരുണ്ട് അവിടെ. അപ്പൊ അങ്ങോട്ട് കയറി ചെന്ന് അടിച്ച് നമ്മളെ അണ്ണാക്കി തരും. സോ അവന്മാരുടെ വായിലേക്ക് ചുമ്മാ പോയി ചൊറേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് നേരെ പോയിട്ട്
നമുക്ക് നമ്മുടെ കാര്യം നോക്കിയപ്പോ അവരെന്തോ കാണിക്കണം. ഞാൻ ആ വഴിയേയില്ല, ഞാൻ ഈ നാട്ടുകാരനെ അല്ല. അതായത് അവര് കുറെ ആൾക്കാരുടെ കേസ് ഒന്നും പിടിച്ചേക്കാൻ അവർ പറ്റത്തില്ല. കാര്യം അടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് നല്ല കിടനം പോലെ ടെക്നിക്കപരമായ മൂവ്സ് എടുക്കാം. കാര്യം അങ്ങോട്ട് ചെന്ന് വൺ ഷോട്ട് അടിച്ച് അമ്മാരെ കാണിച്ചിടാന്നുള്ളൊരു അഹങ്കാരമൊന്നും എനിക്കില്ല, സത്യം പറയാലോ. പക്ഷെ ഒരു 5-6 പേര് വന്നു കഴിഞ്ഞാൽ ടാക്ടിക് പരമായിട്ട് ഒരു 1000 IQ മൂവ് ഒക്കെ എടുത്ത് നൈസായിട്ട് അവനെ കളിപ്പിച്ച് ആ ഒരു സ്കോർ വൈപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്കൊരു നോക്കാം, പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സോ നമ്മുടെ ഗെയിം പ്ലേ സ്റ്റൈൽ ഇപ്പൊ വൺ ടാപ്പ് അടിക്കുന്ന ആൾക്കാർ മാത്രമാണ് വലിയ കൊമ്പത്തിക്കുന്ന ആൾക്കാരെന്ന് വിചാരിച്ചേക്കിരുന്നത്. ദൈവത്തെ ഓർത്ത കാര്യം അങ്ങനെയല്ല കേസ്. ഓക്കെ, കളിക്കാൻ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമുക്ക് ടാക്ടിക് ഒക്കെ യൂസ് ചെയ്ത് പയ്യെ അങ്ങ് കളിച്ച് വരാനേ, കളി ജയിച്ചാൽ പോരെ, അവസാനം പോരെ, അതുപോലെ. എന്തായാലും നൈസർ കേസ് നോക്കുമ്പോഴത്തേക്കും ഇവനിൽ എന്തോ ചിപ്പ് കിടക്കുന്നല്ലേ. എന്ത് ഈ എക്സമേറ്റ് മാറ്റാൻ സമയമായോ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിപ്പ് കിടപ്പുണ്ട്. ചിപ്പ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ സ്കാർ അല്ലെങ്കിൽ M4 കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തുവാ കട്ട അടിയായിരിക്കും. സോ നമ്മൾ പഠിച്ച ഒരു പോട്ടർ എങ്ങോട്ടെങ്കിലും നൈസായിട്ടുണ്ടല്ലോ സോൺ നോക്കിയിടണം. അതിനാണ് കാര്യം. കാരണം നമ്മളിപ്പോ ഏതെങ്കിലും മലമണ്ടയ്ക്ക് വലിയ കയറിയുണ്ടല്ലോ, അവസാനം അവിടെ സോൺ ഇല്ലെങ്കിൽ നമ്മൾ മൂച്ചിത്തിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ ഇടുന്ന സ്ഥലം നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അത്യാവശ്യം നമുക്ക് എനിമീസിനൊക്കെ അടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ വേണം കേട്ടോ. എന്നാലും ഞാൻ നല്ലൊരു കിടം പോലത്തെ ഒരു ടവറിന്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ആ ഒരു ടെലിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു എന്റെ ടൈം എനിമീസ് ഒക്കെ വരുമോ എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷേ സോണിനകത്ത് നോടി വരുത്ത കണ്ടില്ലേ കൊച്ചു കവൻ അടിച്ച് കേസ് അവിടെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്റെ അടുത്ത് 2 വട്ടം നെറ്റ് പോകുന്നുണ്ട്. അത് കുറച്ചൊരു ഷോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇവിടെ വലിയൊരു നെറ്റ് പോകേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ മഴയാണ്, ഒരു മുതുമഴ പോലും ഇവിടെ വരുന്നില്ല. മീൻ ചെറിയ മഴകൾ മാത്രമേ പെയ്യുന്നുള്ളൂ. സോ അതുകൊണ്ട് നോക്കുമ്പോഴല്ലോ റേഞ്ചിന് വലിയ പ്രശ്നം വരേണ്ടതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. വൈദ്യവേ വലിയ മഴ വരാനായിരിക്കും. ദൈവം സഹായിച്ച് മഴ വന്നിരുന്നേ കൊള്ളായിരുന്നല്ലേ. ഇത് ചൂടാണ്. വൈദ്യവേ നമ്മളുണ്ടല്ലോ അവിടുന്ന് കിടിലം പോലെ അടിച്ച ഒരു സ്കോഡിനെ തന്നെ ചുമ്മാ വൈപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 7 കിലോ എടുത്തിട്ടുണ്ട്. 12 പേര് സ്റ്റിൽ അലൈവ്. എനിക്കിപ്പോ ഉണ്ടല്ലോ എന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിനകത്തെ എന്റെ അമൗസ് കുറച്ച് കുറയുന്നൊക്കെ നല്ല പേരുണ്ട്. കാര്യം എനിമീസ് ബാക്ക് ടു ബാക്ക് വരുമായിരുന്നു കേട്ടോ. അവിടുത്തെ വണ്ടിക്കകത്ത് 2 പേര്, അവിടെ 2 പേരെ ഞാൻ കണ്ടായിരുന്നു. ഒരുത്തനെ അടിച്ച് അവിടെ കൊന്ന് എവിടെയോ അടി നല്ല കിടിലം പോലെ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹംഗേറെ കാണിക്കാൻ അവിടെ 2 ഇമോട്ട്. അത് പിന്നെ അത് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എത്ര വട്ടം കാണുന്നു നിങ്ങൾക്കറിയാലോ. ഞാൻ ഇമോട്ട് എടുത്ത് എന്തിനാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ പറയാനാണ്. ഓക്കെ, നമ്മുടെ കളി കൊണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ചിലവർ നൈസറിക്ക് ലൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഇമോട്ടൊക്കെ ഇടുന്ന സമയത്ത്. അപ്പൊ അത് കണ്ട് നിങ്ങളും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ മാത്രമല്ല എന്താണ് ലൈക്ക് എത്ര ആയിരുന്നു ജസ്റ്റ് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കമന്റ് ചെയ്യുന്ന കാര്യം ആലോചിച്ചോളൂ. നമ്മുടെ സീക്രട്ട് കോഡ് ഞാൻ പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ വീഡിയോക്കത്തില്ലായിരുന്നു. നിങ്ങൾ ആരും ചോദിച്ചോളാം. ബ്ലഡി ഫൂൾസ് ഒന്നും ചോദിക്കണ്ടേ? കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നല്ലേ വൈദ്യുതി. ഓട്ടെ, എന്തായാലും ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഒരു സീക്രട്ട് കോഡ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ട ആൾക്കാരാണ് നമുക്കറിയണ്ടേ. നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ആരാണ് നമുക്കറിയണ്ടേ, അതിന് വേണ്ടിയാണ് കേട്ടോ. സോ ഇന്നത്തെ ഒരു റിഡീം കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ 1 മില്യൺ അടുത്തായിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് 1 മില്യൺസ് ഒന്ന് കമന്റ് ചെയ്യാൻ പറയാന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് ഞാനത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഓക്കെ പ്ലീസ് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാം, മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കറന്റ് കമന്റ് ബോക്സിൽ സപ്പോർട്ട് മീ ഗെയിമർ എന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ 1 മില്യൺ റീച്ച് ആകുന്നതായിരിക്കും. അത് അടിപൊളിയായിരിക്കും. എന്റെ ഒരു സ്വപ്നം എന്ന് പറയാൻ പറ്റുമോ, അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ നല്ലതായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ടും കുറവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ളി അങ്ങ് മനസ്സ് തുറന്ന് എനിക്ക് കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ട്, ഇനിയും കഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. എന്തായാലും ലാസ്റ്റ് സോണിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. 5 ആൾക്കാർ മാത്രം. അതായത് എന്റെ അളിയ എന്തുമായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോയത്. 10 കിലോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ 10 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. 10 കൂടുതൽ കിലോ എടുത്ത് നമ്മൾ ഈ ഒരു മാച്ച് പോയി പൊളിക്കും. ഓക്കെ, വൈദ്യുതി 5 പേര് മാത്രമേ സ്റ്റിൽ അലൈവായിട്ടുള്ളൂ. എന്റെ ഒരു ബിൽഡിങ്ങിന്റെ മേളിൽ ആരോ അവിടെ അങ്ങോട്ടും ചാടുന്നതാണോ ഓടുന്നതാണോ ചെറിയൊരു സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ദൈവം, ഞാൻ ഈ ഒരു കയറി നിൽക്കുന്ന ബിൽഡിങ്ങിനെ വേണ്ടെങ്കിൽ ആരും ഉണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി ഏതൊക്കെ വഴി കയറി വരാൻ പറ്റും. ഇവിടെ 2 സ്റ്റെപ്പ് ഉണ്ട്. ഈ 2 സ്റ്റെപ്പ് ഒരുപാട് മൂഞ്ച സ്റ്റെപ്പ് അല്ലേ. അതുകൊണ്ട് ബാക്കിലുള്ള സ്റ്റെപ്പിലൂടെ പോയിട്ട് മേളിലേക്ക് ഒന്ന് നോക്കി അവിടെ എനിക്ക് കാട്ടുവഴി ഒളിച്ചു പോയിട്ടാ. മോനെടാ അധികം കളിപ്പിക്കരുത്, മര്യാദയ്ക്ക് പുറത്ത് പോകുന്നു. എനിക്ക് എന്ത് പറഞ്ഞാൽ കൊലുപടയും മേടിച്ചാടാ, ഇവിടെ ആരെ കാണുന്നൊന്നുമില്ലല്ലോ. എന്തായാലും അവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേസ്, കുഴപ്പമില്ല. എന്തായാലും ഭാഗത്തേക്ക് കയറി നിൽക്കാം. കാര്യം നമുക്ക് പക്കായിട്ട് സേഫ് ഉള്ള സ്ഥലം ഏതാണോ അവിടെ നിൽക്കണം. ഇപ്പൊ കണ്ടു നോക്കണം, ഇതാണ് എന്റെ ഏറ്റവും സേഫ് സ്ഥലം. പക്ഷെ അവനിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അടപടല മൂല്യം വളരെ കൂടുതലല്ലേ. അതുകൊണ്ട് ഒരു ടാക്ടിക്കൽ ഐഡിയ തോന്നി. കാര്യം ആ ഒരു സ്റ്റെപ്പിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും മിക്കവാറും വരുന്നത്. അവിടെ കൊണ്ട് ലാൻഡ് മൈൻ വെച്ചാലോ നോക്കുമ്പോഴത്തേക്കും കേസ് എന്റെ അടുത്ത് ലാൻഡ് മൈൻ ഉണ്ടോ നോക്കിയില്ലോ. നോക്കാത്ത എന്താ, എനിക്ക് ആ ബുദ്ധി ഇപ്പോഴും വന്നിട്ടില്ല സത്യം പറഞ്ഞ. അതാണ് ഞാൻ പറഞ്ഞേ, ലാൻഡ് മൈൻ ഉണ്ട്, സെറ്റാണ്. ഇനി നേരെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇതിലെ കൂടെ കയറി ഒരുപാട് നൈസായിട്ടുണ്ടല്ലോ നമുക്ക് അടിച്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി വരുന്നതായിരിക്കും. പറ്റിയില്ലെങ്കിലും ആ ഒരു എനിമിയെ വന്നല്ലോ നമുക്കൊരു ചെറിയൊരു ഐഡന്റിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നോക്കുന്ന പുറകിലത്തെ ഒരു സ്ഥലമാണ്, അത് നമുക്ക് പിടിക്കാം. വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെവി കൊണ്ട് നമിച്ചൊക്കെ കേട്ടിട്ട് അവൻ അടിക്കാനുള്ള മൈൻഡ്. ഞാൻ ഇപ്പൊ കരളിൽ നിൽക്കുന്ന ലോങ്ങിലേക്ക് നോക്കുന്ന സമയത്തേക്ക് സോളിലേക്ക് കയറാൻ വേണ്ടി ഒരുത്തം ദാണ്ട് കേസ് വന്ന വരവിന് അടിച്ചെടുത്തതിനെ നോക്കാക്കി. രണ്ടാമത്തെ ആണെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കൂടെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 നോക്ക്
നോക്കുന്നവരോട് കിടപ്പുണ്ട്. സോ അവന്മാരുടെ റിവൈവ് ആയി വരുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വൈദ്യവേ അതിനു മുമ്പ് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലണം എന്ന് ചെറിയൊരു ആഗ്രഹമുണ്ട്. കാര്യം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ മണ്ണക്കുള്ള നമ്മളൊക്കെ അടിച്ചാലും എന്റെ അമ്മ അത് അവസ്ഥയായിരിക്കും കേട്ടോ. അവൻ മിക്കവാറും ഒറ്റയ്ക്കായിരിക്കും. വൈദ്യവേ മെറ്റോമായി നോക്കുമ്പോഴത്തേക്ക് ഒരു സോളോ വേഴ്സസ് 3 1v3 ആ ഒരു അവസ്ഥ എങ്ങനെയാണ് എനിക്കിപ്പോ കറണ്ടിൽ വന്നിരിക്കുന്നത്. എന്ത് നടക്കാം എവിടെയും നടക്കാം ഗൈസ്. വൈദ്യവേ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മാസം അടിച്ച് പവർ അടിക്കാൻ ശ്രമിക്കുക. എന്നാലും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഗൈസ് 3 പേര് സ്റ്റിൽ ലൈവ് അവിടെ ഉള്ള രണ്ടെണ്ണത്തിനും ഞാൻ നോക്കിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ നമുക്ക് നോക്കണ്ട റിവൈവായി കാണും. സോ ഒന്ന് നോക്കുന്ന കേസ് നമ്മൾ നേരെ ഉണ്ടല്ലോ നൈസായിട്ട് അങ്ങോട്ട് ചാടി ഇറങ്ങി അവർ അടിച്ചാൽ ഒന്നൊരു മൈൻഡ് വരുന്നുണ്ടായിരുന്നു എനിക്ക് കേട്ടോ. ശരിക്കും മൈൻഡിൽ അങ്ങോട്ട് അടിക്കാന്നുണ്ടായിരുന്നു. പക്ഷേ കേസ് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പ് ഞാൻ എന്ത് കള്ളം പറഞ്ഞു നിൽക്കും എന്നാണ് അടുത്ത ഞാൻ ആലോചിച്ചത്. പക്ഷേ അതുകൊണ്ട് ഞാൻ അത് റിസ്ക് എടുക്കാന്നില്ല. പിന്നെ അതുമാത്രല്ല നമ്മുടെ നെറ്റാണ് അകത്തപാതോളത്തിൽ അവൻ അച്ഛനെ കിട്ടിക്കാൻ എന്ത് പറയാൻ ഇടയ്ക്കാണ് അവന്റെ നെറ്റ് കൊണ്ട് കൊണാപ്പിക്കുന്നത്. ഓക്കെ വൈദ്യവേ അതാണ് ഞാൻ റഷ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. പോകാൻ നെറ്റുള്ള കർഷണം എന്നൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു ഞാനുണ്ടല്ലോ ആരെയൊക്കെ വിളിച്ചത് സത്യം എനിക്കറിയില്ല. കരീനെ വിളിക്കണോ അവന്റെ സിമ്മിനെ വിളിക്കണോ ഒരു തേങ്ങ എടുക്കണ്ടായിരുന്നില്ല. വൈദ്യവേ അങ്ങനെ വിളിച്ച് ഞാൻ റിസ്ക് എടുക്കാന്നല്ല ഞാൻ പറയുന്നത് കേസ്. കുറെ ഇട്ട് കൊടുത്തിട്ടും ആ 9 വേണം നോക്കാന്നില്ലേ എന്താ. ഓ മൈ ഗോഡ് നോക്കെ ഇനിയിപ്പോ ഒരു സെക്കൻഡ് നിന്ന് കഴിഞ്ഞാൽ ആടപടലം മുടിച്ച് എനിക്ക് നല്ല ഉറപ്പാണ്. കാര്യം അവർ റിവൈവ് ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളി മൊത്തം മൂഞ്ചും. പിന്നെ മാത്രമല്ല അവൻ ലാസ്റ്റ് കില്ലും കിട്ടത്തില്ല. എനിക്ക് ചെറിയ പേരുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും നോക്കിയാൽ കേസ് ഞാൻ പുറകെ കൂടി ഓടി പോകുന്നുണ്ട്. രണ്ട് എനിക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അമ്മ എവിടെയാണോ ഒരുമിച്ചാണോ നിൽക്കുന്നത് ഒരു തേങ്ങ എനിക്കറിയത്തില്ല. നേരെ ഒന്നും തോന്നുന്നില്ല കേസ്. ഞാൻ നേരെ ഓടി ചെന്നിട്ട് എന്റെ 12ാമത്തെ കില്ലും 13ാമത്തെ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും 2 എണ്ണം എന്റെ അളി അവന്റെ വെസ്റ്റിന്റെ കാറ് കണ്ടിട്ട് കിളി പോയി ആ പോകുന്ന നോക്കി വെച്ചായിരുന്നു. വൈദ്യുതി അടിച്ചു കൊടുക്കുന്ന സമയത്ത് നെറ്റ് പോകുന്ന പട്ടി ശോകം എനിക്ക് നല്ല ദേഷ്യം പിടിച്ചു. പക്ഷേ ആ ഒരു സമയം